കൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ആ മൗലവിയോടൊന്ന് ചോദിക്കുക, വാചകത്തിന്റെ അർത്ഥം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നബിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്ഫി ബിഹി, ആ നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നല്ലേ അതിന്റെ അർത്ഥം. അതെന്തിന് നാദാപുരത്ത് മൂടി വെച്ചു ഈ മൗലവി? അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഖിയാമത്ത് നാളിൽ ഇടയാളനായതിനാൽ നിങ്ങളും ആദാ റസൂലുള്ളാഹിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്ഫി ബിഹി, നബിയോട് ശഫാഅത്തിന് തേടിക്കോ എന്നല്ലേ പറഞ്ഞത്. ഭരണാധികാരിയോട് റസൂലുള്ളാഹിനെ മുന്നിട്ടിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് തേടാനല്ലേ പറഞ്ഞത്. ആ ഭരണാധികാരിയും മാലിക് ഇമാമും ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ അത് ഖിയാമത്ത് നാളിൽ മുന്നിട്ട് ശഫാഅത്ത് തേടിക്കോ എന്നാണോ അതിന്റെ അർത്ഥം? സാധാരണക്കാര മൗലവിമാരി കബളിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. മഹാനായ മാലിക് ഇമാം തങ്ങളാ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിക്കോ, അതിന് ഖുർആനിൽ തെളിവുണ്ട്. ചോദിക്കട്ടെ, മാലിക് ഇമാം മനസ്സിലാക്കിയതുപോലെയാണോ നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന മൗലവിമാര് മനസ്സിലാക്കിയതുപോലെയാണോ നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? എന്നാൽ ഇമാം നവവി, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അസാകിർ, ഇമാം ഇബ്നുൽ ഹുമാം, ഇബ്നു ഖുദാമ, ഇബ്നുൽ ഹജ്ജ്, ഇതൊക്കെ 4 മദ്ഹബുകളിലുമുള്ള ഇമാമിങ്ങളാണ്. അങ്ങനത്തെ നൂറുകണക്കിന് ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബിൽ എഴുതി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടണേ, അതൊരു പുണ്യകർമ്മമാണ്, അതൊരു പുണ്യകർമ്മമാണ്. സറഹുൽ മുഹദ്ദബ് നോക്കൂ, ഹിദായ നോക്കൂ, ഇബ്നുൽ ഹാജിന്റെ മദ്ഖൽ നോക്കൂ, ബൈഹഖി ഇമാമിന്റെ ശുഅബ് നോക്കൂ, ഇബ്നു അസാകിറിന്റെ കിതാബ് നോക്കൂ, ഇബ്നു ഖുദാമയുടെ മുഗ്നി നോക്കൂ, 4 മദ്ഹബിലുമുള്ള കിതാബുകൾ നോക്കൂ. റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്നല്ലേ സർവ്വ ഇമാമിങ്ങളും പറഞ്ഞത്. അവരൊക്കെ മുശ്രിക്കും കാഫറുമാണെന്ന് വാദിക്കുന്നവൻ ചോദിക്കട്ടെ, പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ മൗലവിമാരെ മുന്നിൽ നിർത്തിയിട്ട് മഹാനായ മാലിക് ഇമാം ഖുർആനും എടുത്തു വന്നാൽ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആനും എടുത്തു വന്നാൽ, ഇമാം നവവി ഖുർആനും എടുത്തു വന്നാൽ, ഈ ഇമാമിങ്ങൾ മുഴുവനും ഈ മൗലവിമാരെ ചങ്കിന് പിടിക്കുമ്പോ ഈ മൗലവിമാർ എങ്ങനെ രക്ഷപ്പെടുമെന്നൊന്ന് ചിന്തിക്കട്ടെ. ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണെന്ന് ഫത്വ കൊടുത്താൽ മതിയോ? മദീനത്ത് പോകുന്നവർ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ മതിയോ? എന്താണ് ശിർക്ക് പഠിക്കാതെ, എന്താണ് തൗഹീദ് എന്ന് പഠിക്കാതെ തമ്മിൽ കാഫിറാക്കി നശിക്കുന്നത് കാണുന്നില്ലേ? ഓ സുഹൃത്തുക്കളെ, എന്തിനാണ് ഞാൻ കട്ടുവെന്നും ഞാൻ അതേ കിതാബ് മാറ്റിമറിച്ചു എന്നുമൊക്കെ ഈ മൗലവി പച്ചക്കള്ളം പറഞ്ഞ് അനുയായികളെ വഞ്ചിച്ചത്? അനുയായികൾ നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ഇനി ഞാൻ പറയട്ടെ, അബൂ ഹുമൈദ് എന്ന് വായിച്ചു പോയി, ഇബ്നു ഹുമൈദ് എന്ന് വായിക്കേണ്ട ഒരു സ്ഥലത്തിന്റെ നാക്കിൽ പിഴവ് വന്നിട്ട് മൗലവി പറയാണ് ആൾമാറാട്ടം നടത്തി. ഞാനതൊക്കെ വിശദമായി എന്റെ 9ാം ഖണ്ഡനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഭാഗം ഞാൻ ഈ പ്രസംഗത്തിൽ ഇൻഷാ അല്ലാഹ് CD കേട്ടുന്നുമുണ്ട്. 9ാം ഖണ്ഡനം നടന്നിട്ടില്ല എന്നുള്ള മൗലവിമാര് കള്ളം പറയാറുണ്ട്, അവിടെ ഞാൻ കേട്ടുന്നുമുണ്ട്. ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ സമയം എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ നിന്ന് കട്ടു മുറിച്ചു എന്നൊക്കെ പറഞ്ഞു, ആളെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അത് ഇനി എവിടെയെങ്കിലും ക്ലിപ്പാക്കി എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കണ്ടല്ലോ. അവിടെ ഈ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വകയിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഫാത്തിന് മുമ്പും ശേഷവും പവറിന് ഒരു കുറവുമില്ല, പവർ കൂടുകയല്ലാതെ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടാൻ, ശഫാഅത്ത് തേടാൻ അതാ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് കാണാം. ഇഅലം അന്നഹു യജൂസു
ويحسن التوسل والاستغاثة والتشفع بالنبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി ചോദിക്കലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടലും, നബി തങ്ങളോട് ശഫാഅത്ത് തേടലും അത് അനുവദനീയമാണെന്ന കാര്യം നീ മനസ്സിൽ ഉറപ്പിക്കണേ. റബ്ബിലേക്ക് സഹായം തേടുന്നതും തവസ്സുലാക്കുന്നതും അത് അനുവദനീയമാണെന്ന കാര്യം നീ മനസ്സിൽ ഉറപ്പിക്കണേ. വജബാസു സാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനിൻ, അത് നല്ലതാണ്, പുണ്യമാണ്, അനുവദനീയമാണെന്ന കാര്യം മതപരമായി വിവരമുള്ള മതമുള്ള ഏത് കക്ഷിക്കും അറിയപ്പെട്ട സംഗതിയാണ്. അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങളെ പ്രവൃത്തിയിൽ അറിയപ്പെട്ടതാണ്. വസിയരി സലഫി സാലിഹീൻ, മുൻഗാമികളായ മുഴുവൻ മഹാന്മാരെയും ചരിത്രത്തിൽ ഉള്ളതാണ്. വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, സർവ്വ ആലിമീങ്ങളും സാധാരണക്കാരും മുസ്ലിമീങ്ങൾ ചെയ്തു വന്നതാണ്. വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ, ഒരു മതവിശ്വാസിയും അതിനെ ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടില്ല. വലാ സുമിയ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ, ഒരു കാലത്തും അതിനെതിരായ ഒരു ശബ്ദം കേട്ടിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ എന്നൊരു മനുഷ്യൻ വരുന്നത് വരെ ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീഹി അലൽ ദുഅഫാഇൽ അഗ്മാർ, അതേ ബുദ്ധിയില്ലാത്ത ചില ആളുകളെ പിഴപ്പിക്കുന്ന വിശ്വാസം ഇബ്നു തൈമിയ്യ സംസാരിച്ചു. വബ്തദഅ മാ ലം യുസ്ബഖ ഇലൈഹി ഫീ സായിരിൽ അസാർ, ഒരു കാലത്തും കേൾക്കാത്ത പുതിയൊരു വാദം അദ്ദേഹം ഉന്നയിച്ചു. എന്നിട്ട് പറയാണ് വലിഹാദാ, ഇങ്ങനൊരു പിഴച്ച വാദം ഉന്നയിച്ചതിനാൽ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നടന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ അദ്ദേഹം ആക്ഷേപം പറഞ്ഞു. അത് സ്വീകരിക്കാൻ പറ്റാത്ത സനദാണ്, അത് സ്വീകരിക്കാൻ പറ്റാത്ത ചരിത്രമാണ് എന്ന് ഇബ്നു തൈമിയ്യ ആക്ഷേപം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ പുതിയ ആശയം ചെലവാക്കാനാണ്. ഫൈന ഫിഹാ ഖൗൽ മാലിക് ലിൽ മൻസൂരി, മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയോട് മഹാനായ മാലിക് ഇമാം പറഞ്ഞൊരു വാക്കുണ്ടാവാ ചരിത്രത്തിൽ, ആ ഉദ്ധരിക്കപ്പെട്ട വിഷയത്തിൽ. അതെന്താണ്? ഇസ്തശ്ഫീ ബിഹി, മാലിക് ഇമാം പറഞ്ഞതാണ് ഇസ്തശ്ഫീ ബിഹി. ഓ അബൂ ജഅഫറിൽ മൻസൂർ, നിങ്ങൾ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ എന്ന് മാലിക് ഇമാം പറഞ്ഞതാണ്. ആ വാചകം അതിലുള്ളതിനാൽ, ആ വാചകം ആ സംഭവത്തിലുള്ളതിനാൽ ആ സംഭവം ശരിയല്ലെന്ന് പറയാൻ ഇബ്നു തൈമിയ്യ ശ്രമിച്ചു. വനഹനു ഖദ് ബയ്യനാ സിഹ്ഹതഹാ, ആ സംഭവം ശരിയാണെന്നത് അതാ വ്യക്തമായി നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മളത് വിവരിച്ചിട്ടുണ്ട്. വലിദാലിക അദ്ഖൽനൽ ഇസ്തിഗാസത ഫീ ഹാദൽ കിതാബി, അതുകൊണ്ടാണ് നമ്മൾ ഇസ്തിഗാസയെ സംബന്ധിച്ച് ഈ കിതാബിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യുന്നതോട് കൂടി റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്നും മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. വഹസ്ബുക, നിനക്ക് മതിയടോ. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഇൻകാർ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യയുടെ ആ നിഷേധം ലിൽ ഇസ്തിഗാസതി, റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നതിനെ, വതവസ്സുലി, അല്ലാഹുവിന്റെ റസൂലിനെ അടയാളനാക്കുന്നതിനെ, ഖൗലുൻ, അതൊരു വാക്കാണ്, ലം യഖുൽഹു ആലിമുൻ ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. വസാറ ബിഹി ബൈന അഹ്ലിൽ ഇസ്ലാമി മുസ്ല, അതാ ഇസ്ലാമിന്റെ ആൾക്കാരെ മുമ്പിൽ ആ വാദം ഉന്നയിച്ചിട്ട് അദ്ദേഹം കളിപ്പാവയായി പോയി, അദ്ദേഹത്തിന്റെ എല്ലാ നിലയും വിലയും പോയി. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയുകയാണ് ശിഫാഉസ് സഖാബിൽ. അപ്പൊ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? മഹാനായ മാലിക് ഇമാമിന്റെ ഏത് വാക്കാണ് ഇസ്തിഗാസക്ക് തെളിവ്? ഇസ്തശ്ഫീ ബിഹി എന്ന വാക്കാണ്. അതാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിച്ചത്. ആ വാചകം ഉൾക്കൊള്ളുന്ന ചരിത്രം ഈ പാവപ്പെട്ട ഞാനിവിടെ വെച്ച് സംസാരിക്കുമ്പോ വസ്തശ്ഫീ ബിഹി, റസൂലുള്ളാഹിനോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ. ഫയുശഫിഉല്ലാഹു തആല,
എന്നാൽ അല്ലാഹു തആല ആ നബിയുടെ ശഫാഅത്ത് നിങ്ങളെ കാര്യത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഉദ്ധരിക്കുമ്പോ അതാണല്ലോ തെളിവ്. ആ ഉദ്ധരിച്ച വാക്കിനെ പറ്റി ഒറ്റ അക്ഷരം അർത്ഥം പറയാതെ പ്രസംഗിക്കാമെന്നാൾ എന്ത് ചെയ്തു എന്നറിയോ? കിതാബിൽ നിന്ന് കട്ടു മുറിച്ചു എന്നൊക്കെ പറഞ്ഞു. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിന് നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ചുകൊണ്ട് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫിർ ബിഹി എന്നാണ് വായിക്കുന്നത്. ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ഈ വാചകം ഞാൻ വായിച്ചില്ല എന്നാ വലിയ ആരോപണം പറഞ്ഞത്. അത് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വാചകമല്ല. അതുകൊണ്ട് തന്നെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തെളിവ് പറയുമ്പോൾ അത് ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനും അത് വായിക്കാതെ പോയത്. അല്ലാതെ അവിടെ ഒരു വിഷയവും കട്ടുവെച്ചതല്ല. ഇനി അതും കൂടി വായിച്ചിട്ടുള്ള അർത്ഥവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഈ സംഭവം എവിടെയാണ് ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്? പ്രത്യേകം ഒരു ബാബ് കൊടുത്തു ഖാദി ഇയാദ് തങ്ങൾ. എന്താ ബാബ് എന്നറിയോ? മഹാനവറുകൾ കൊടുത്തത് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നതിൽ പറയുന്ന അധ്യായം അൽ ബാബു സാലിസു ഫീ തഅദീമി അംരിഹി വ വുജൂബി തൗഖീരിഹി വ ബിരിഹി. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നതിൽ പറയുന്ന അധ്യായം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കൽ നിർബന്ധമാണെന്നും അവിടുത്തേക്ക് നന്മ ചെയ്യൽ നിർബന്ധമാണെന്നും പറയുന്ന അധ്യായം. ശേഷം മഹാനവറുകൾ ഒരു ഫസ്ൽ കൊടുക്കുകയാണ്. ഫീ ആദത്തി സ്വഹാബത്തി ഫീ തഅദീമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് ബഹുമാനിക്കുന്നതിൽ പറയുന്ന ഫസ്ലി വ തൗഖീരിഹി വ ഇജ്ലാലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നതിൽ പറയുന്ന അധ്യായം ഫസ്ലി. അതിന്റെ ശേഷം മഹാനവറുകൾ ഫസ്ലുൻ വേറൊരു ഫസ്ൽ കൊടുത്തിട്ട് പറയാണ് വഅലം നീ ഉറപ്പിക്കണേ അന്ന ഹുർമത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ബഅദ മൗതിഹി റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വതൗഖീറഹു വതഅലീമഹു ലാസിം, അവിടുത്തോടുള്ള അതേ ബഹുമാനവും അവിടുത്തോടുള്ള ആദരവും അതെല്ലാം എന്നും നിലനിൽക്കുന്നതാണ്. കമാ കാന ഹാല ഹയാതിഹി, റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് എന്തെല്ലാം മഹത്വമുണ്ടോ, എന്തെല്ലാം സ്ഥാനമുണ്ടോ, അതൊക്കെ വഫാത്തിന് ശേഷവും ഉണ്ടെന്ന് നീ ഉറപ്പിക്കണേ. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോ, റസൂലുള്ളാഹിനെ ഓർമ്മിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോ, അവിടുത്തെ നടപടി സ്വീകരിക്കുമ്പോ, അവിടുത്തെ പേര് കേൾക്കുമ്പോ, അവിടുത്തെ ചരിത്രം പറയുമ്പോ, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോ, അവിടുത്തെ അഹ്ലു ബൈത്ത് തങ്ങന്മാരുമായി ബന്ധപ്പെടുമ്പോ, ഇതിലെല്ലാം റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം വഫാത്തിന് ശേഷം അതേ ഒരേ നിലക്ക് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഓരോന്നോരോന്നായി വിവരിക്കുകയാണ്. ആ വിവരിക്കുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ പറയുകയാണ്, നമ്മളെ മുൻഗാമികളെ പതിവ് എന്താണെന്നറിയോ? വല്ലാത്ത അദബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ, എല്ലാ മുഅ്മിനിനും നിർബന്ധമാണ് മതാ ദക്കറഹു ഔ ദുകിറ ഇൻദഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ അടുക്കൽ വെച്ച് പറയപ്പെട്ടാൽ അൻ യഖ്ലഅ വയഖ്ശഅ വയതവഖറ വയസ്കുന മിൻ ഹറകതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ വിനയം കാണിക്കണം, താഴ്മ കാണിക്കണം, ബഹുമാനം കാണിക്കണം. വയസ്കുന മിൻ ഹറകതിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ അനങ്ങുന്നവൻ അനങ്ങാതെ ഇവിടെ നിൽക്കണം. വയഖുദ ഫീ ഹൈബതിഹി, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ച് അവന്റെ മനസ്സ് പിടികൂടണം. വൈജ്ലാലിഹി, തങ്ങളോടുള്ള ആദരവ് അവന്റെ മനസ്സിൽ പിടികൂടണം. ബിമാ കാന യഖുദുഹു ബിഹി നഫ്സഹു ഔ കാന ബൈന യദൈഹി വയതഅദ്ദബ ബിമാ അദ്ദബനല്ലാഹു ബിഹി,
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ എന്തൊരദബാണോ കാണിക്കാൻ പറഞ്ഞത്, ആ അദബ് ശരിക്കും റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ വരെ അവിടുത്തെ മുമ്പിൽ കാണിക്കുന്ന അദബ് കാണിക്കണം. എന്നിട്ട് പറയാൻ ഖാലൽ ഖാദി അബുൽ ഫളിൽ വഹാദിഹി കാനത സീറത സലഫിനാ സ്വാലിഹി വഇമ്മത്തിനൽ മുഅദീൽ. നമ്മളെ മുൻഗാമികളായ ഇമാമികൾ, മുൻഗാമികളായ സജ്ജനങ്ങൾ റളിയല്ലാഹു അൻഹും അവരൊക്കെയും അങ്ങനെയാ ചെയ്തത്. എന്നിട്ട് അതിന് തെളിവ് പറയാണ്, ഹദ്ദസനൽ ഖാദി അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ-അശ്അരി. ഖാദി അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ-അശ്അരി എന്ന എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു. അബുൽ ഖാസിം മുഹമ്മദ് ഇബ്നു ബഖിയിൽ ഹാക്കിം റളിയല്ലാഹു അൻഹുവും പറഞ്ഞു. രണ്ട് ഉസ്താദുമാർ, വഗൈറു വാഹിദിൻ വേറെയും പല ഉസ്താദുമാരും പറഞ്ഞു. ഫീമാ ജാസു ഫീനിഹി, എനിക്ക് ഇജാസത്ത് തന്നുകൊണ്ട് അതാർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് എനിക്ക് സമ്മതം പറഞ്ഞുകൊണ്ട് എൻ്റെ ഉസ്താദുമാർ എനിക്ക് പറഞ്ഞു തന്നു. ഖാലു, അവരെന്താ, ഇവരൊക്കെ പറഞ്ഞതെന്താ? അഖ്ബറനാ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു ദിൽഹാസ്. അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു ദിൽഹാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, ശിഷ്യന്മാരായ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഖാല ഹദ്ദസനാ അബുൽ ഹസൻ അലി ഇബ്നു ഫീർ. ആ അബുൽ അബ്ബാസ് നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മളോട് അബുൽ ഹസൻ അലി ഇബ്നു ഫീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഹദ്ദസനാ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അഹ്മദ് ഇബ്നു അൽ ഫർജ്. അതേ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അഹ്മദ് ഇബ്നു അൽ ഫർജ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു. ഹദ്ദസനാ അബുൽ ഹസൻ അബ്ദുല്ലാഹി ഇബ്നു അൽ മുൻതാബ്. അബുൽ ഹസൻ അബ്ദുല്ലാഹി ഇബ്നു അൽ മുൻതാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഹദ്ദസനാ യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു അബി ഇസ്രായീൽ. ഞങ്ങളോട് യഅഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു അബി ഇസ്രായീൽ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഹദ്ദസനാ ഇബ്നു ഹുമൈദ്. ഞങ്ങളോട് ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ ഇബ്നു ഹുമൈദ് എന്ന് വായിക്കുന്നതിന്റെ വാക്കിൽ അബൂ ഹുമൈദ് എന്നായി പോയി. അതാണ് മൂപ്പര് വലിയ വിഷയമായി പറഞ്ഞത്. ഇനി ഞാൻ പറയട്ടെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഖാല, ആ മഹാൻ എന്താ പറഞ്ഞത്? നാദറ അബൂ ജഅഫർ അമീറുൽ മുഅ്മിനീൻ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു വന്നു തുടങ്ങിയ സംഭവം. അബൂ ജഅഫർ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫർ അൽ മൻസൂർ റളിയല്ലാഹു അൻഹു മാലിക് ഇമാം റളിയല്ലാഹു അൻഹുമായി ഒരു ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിലാണ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അറിയിക്കുന്ന ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ഭരണാധികാരിയോട് പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, ലാ തർഫഉ സൗതക ഫീ ഹാദൽ മസ്ജിദി. ഈ മദീനത്തെ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത് കേട്ടോ. ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത് കേട്ടോ. ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ. കാരണം അല്ലാഹു തആല ഒരു വിഭാഗത്തിന് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു, ഫഖാല ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയിൽ ആയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളെ ശബ്ദം ഉയർത്തരുതെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വമദഹ ഖൗമൻ, ഒരു വിഭാഗം ജനങ്ങളെ അല്ലാഹു തആല മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അങ്ങനെ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹിൽ ആയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പതുക്കെ സംസാരിക്കുന്ന ആളുകൾ, അവരെ പറ്റി അല്ലാഹ് പറഞ്ഞു, ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഹൃദയം സെലക്ട് ചെയ്തവരാണെന്ന് പറഞ്ഞു. വദമ്മ ഖൗമൻ, ഒരു വിഭാഗത്തെ അതാ അല്ലാഹു തആല ആക്ഷേപിച്ചു. ഫഖാല, അങ്ങനെ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന യുനാദൂനകല്ലായ. നബിയെ, തങ്ങളെ വീട്ടിന്റെ അപ്പുറത്ത് വന്നിട്ട് തങ്ങളോട് അതവും ഗുരുത്വവുമില്ലാതെ വീട്ടിന്റെ അടുക്ക പോയിട്ട് അതവില്ലാതെ വിളിക്കുന്നവരെ ആക്ഷേപം പറഞ്ഞു. വഅന്ന ഹുർമതഹു, ഇനിയുള്ളതാ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. റസൂലുള്ളാഹിക്ക് ജീവിതകാലത്ത് എന്തൊരു ബഹുമാനമുണ്ടോ അത് തന്നെയാണ് വഫാത്തിന്റെ ശേഷവും കേട്ടോ. ഒരു കുറവുമില്ലേ ഭരണാധികാരി? മാലിക് ഇമാം അത് പറയാണ്. ഇനി നിങ്ങൾ കേൾക്കണം. ഫസ്തകാന ലഹാ അബൂ ജഅഫറിൻ. അപ്പൊ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു അച്ചടക്കത്തോടെ താഴ്മ കാണിച്ചുകൊണ്ട് കേൾക്കാൻ ഒരുങ്ങി. എന്നിട്ട് മഹാനായ മാലിക് ഇമാമിനോടൊരു ചോദ്യം. യാ അബാ അബ്ദില്ലാ, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ. ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ ദുആ ചെയ്യേണ്ടത്? അം അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് എന്റെ മുഖം തിരിച്ച് ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടിട്ടാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? 4 മദ്ഹബിന്റെ ഇമാമികൾപ്പെട്ട മാലിക് ഇമാമിനോട് ഭരണാധികാരി ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി ശരിക്കും നിങ്ങൾ കേൾക്കൂ. ഫഖാല, മാലിക് ഇമാമിന്റെ മറുപടി, വലിമ തസ്രിഫു വജ്ഹക അൻഹു. എന്തിനാണ് നിങ്ങളെ മുഖം റസൂലുള്ളാഹിനെ തൊട്ട് നിങ്ങൾ തിരിക്കുന്നത്? ഇത് ഖിയാമത്ത് നാളിലുള്ള സംഭവമാണോ മുസ്ലിമീങ്ങളെ? മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ
എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ചോദ്യം. ആ ചോദ്യത്തിന് മാലിക് ഇമാമിന്റെ മറുപടിയാണ്, നിങ്ങളെ മുഖം എന്തിനാ തിരിക്കുന്നത്? അൻഹു റസൂലുള്ളാഹിനെ തൊട്ട് നിങ്ങൾ എന്തിനാ തിരിക്കുന്നത്? വഹുവ വസീലതുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയാളനല്ലേ. വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, നിങ്ങളെ ഉപ്പാപ്പ ആദം നബിക്കും ഇടയാളനല്ലേ. ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇടയാളനല്ലേ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇടയാളനല്ലേ. ഖിയാമത്ത് നാളിൽ ഇടയാളനാണെങ്കിൽ അത് വഫാത്തിന്റെ ശേഷമല്ലേ? ഖിയാമത്ത് നാൾ വഫാത്തിന് മുമ്പല്ലല്ലോ. അപ്പൊ വഫാത്തിന് ശേഷം തന്നെ അതിന്റെ വിശദീകരണമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. മാലിക് ഇമാം പറഞ്ഞതിന്റെ അർത്ഥമാ പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണോന്നാ പറഞ്ഞത്? അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ നോക്ക ഇവിടെ നിങ്ങളൊന്നും വേണ്ടാന്നാണോ പറഞ്ഞത്? അത് ഖിയാമത്ത് നാളിൽ നോക്ക ഇവിടുന്നത് വേണ്ടാന്നാണോ മാലിക് ഇമാം? അതിന്റെ അടുത്ത വാചകം ശരിക്കും മനസ്സിലാക്കൂ മുസ്ലിമേ. ബൽ, അതുകൊണ്ട് നിങ്ങൾ ഖിബിലക്ക് തിരിഞ്ഞിട്ടല്ല പറയേണ്ടത്. ഇസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്കൂ. വസ്തശ്വി ബിഹി, ആ റസൂലുള്ളാഹിനോട് നിങ്ങൾ ശഫാഅത്ത് തേടൂ. മാലിക് ഇമാം ഒരു സംശയവുമില്ലാത്ത നിലക്ക് റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടാനാ പറഞ്ഞത്. ഈ വാചകമായി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തെളിവായി ഉദ്ധരിച്ചത് മുസ്ലിമീങ്ങളെ. അത് തന്നെയാ ഞാനും തെളിവായി പറഞ്ഞത്. അത് തെളിവല്ലെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഞാനത് പഠിച്ചിട്ടും എന്റെ ഉസ്താദുമാരിൽ നിന്ന് പൊരുത്തം വാങ്ങിയിട്ടും തന്നെയാ പ്രസംഗിച്ചത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്ക്. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ചോദ്യം. ആ ചോദ്യത്തിന് മാലിക് ഇമാമിന്റെ മറുപടിയാണ്, നിങ്ങളെ മുഖം എന്തിനാ തിരിക്കുന്നത്? അൻഹു റസൂലുള്ളാഹിനെ തൊട്ട് നിങ്ങൾ എന്തിനാ തിരിക്കുന്നത്? വഹുവ വസീലതുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയാളനല്ലേ. വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, നിങ്ങളെ ഉപ്പാപ്പ ആദം നബിക്കും ഇടയാളനല്ലേ. ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ഇടയാളനല്ലേ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇടയാളനല്ലേ. ആദം നബിയും അതാ ഇടയാളനാക്കുന്ന നേതാവല്ലേ. കാരണം ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ. ഖിയാമത്ത് നാളിൽ എല്ലാവരും ബേജാറാകുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള അമ്പിയാക്കളെ ഇടയാളനാക്കാൻ ചെല്ലുമ്പോ ഓരോ അമ്പിയാക്കളും മാറി മാറി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചൊല്ലാൻ പറയുമ്പോൾ ബുഖാരിയിലുണ്ടല്ലോ, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്തു നോക്കി, തേടിയിട്ട് ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ നൂഹ് നബിന്റെ അടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് ഇസ്ഫഅലനാ, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണേ നബിയേ എന്ന് പറയുമ്പോൾ അനലഹാ, ഞാൻ തന്നെയാണ് അതിന് അർഹൻ എന്ന് പറയുന്നൊരു രംഗമുണ്ടല്ലോ. ആ രംഗം സൂചിപ്പിച്ചുകൊണ്ട് അതാ പറയുകയാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കും ആദം നബിക്കും ഇടയാളനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഖിബിലക്ക് തിരിഞ്ഞിട്ടല്ല പറയേണ്ടത്. ഇസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്കൂ. വസ്തശ്വി ബിഹി, ആ റസൂലുള്ളാഹിനോട് നിങ്ങൾ ശഫാഅത്ത് തേടൂ രാജാവേ. ഫയുശഫിഹു, അപ്പ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് അല്ലാഹ് സ്വീകരിക്കും കേട്ടോ. വയുശഫിഹുല്ലാഹ്, അതിനെന്താ തെളിവ്? ഖുർആനാ തെളിവ്.
തെളിവ് ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞതാണ്, വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തെറ്റ് ചെയ്തു പോയ ആളുകൾ നബിയെ തങ്ങളെ സമീപത്ത് വന്നിട്ട് തങ്ങളോട് അവർ സങ്കടം പറയുകയും എന്നിട്ട് അവരതാ അല്ലാഹുവോട് തൗബ ചെയ്യുന്നതിന്റെ പുറമെ തങ്ങളോട് തന്നെ റെക്കമെൻഡിന് ആവശ്യപ്പെടുകയും എന്നിട്ടതാ റെക്കമെൻഡ് അവിടുന്ന് ചെയ്യുകയും ചെയ്താൽ അവരെ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയുന്ന ഒരായത്തുണ്ട്. ഇബ്നു കസീർ വരെ അതിന്റെ തഫ്സീർ പറഞ്ഞത് അങ്ങനെയാണ്. ആ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടുന്നതിന് തെളിവായി അവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹിനോട് തേടണമെന്ന് പറഞ്ഞ ആയത്ത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു തന്നെ രാജാവിനോട് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓതിക്കൊടുത്ത സംഭവമാണ് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു കിതാബ് സിഫയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്. അതാ ഇമാം സുബ്കി പറയുന്നത് ആ ആയത്ത് തെളിവാണെന്ന് മാലിക് ഇമാം പഠിപ്പിച്ച ഈ വിഷയം വന്നപ്പോൾ ഇബ്നു തൈമിയ്യക്ക് നിൽക്കക്കള്ളിയില്ലാതെ ആ സനദ് ശരിയില്ലെന്ന് പറഞ്ഞു നോക്കി. അത് ശരിയാണെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ സനദ് വായിക്കുമ്പോ ഇബ്നു ഹുമൈദ് വായിക്കേണ്ട സ്ഥലത്ത് അബൂ ഹുമൈദ് ആയിപ്പോയി. അപ്പോഴേക്ക് സനദിൽ ആളെ മാറ്റി. അബൂ ഹുമൈദ് നായ എന്താ എനിക്ക് കിട്ടിയ കാര്യവും? അബൂ ഹുമൈദ് നാക്കിയോണ്ട് എനിക്ക് ഒരു കാര്യവും കിട്ടാനില്ല. കാരണം സുബ്കി ഇമാം തങ്ങളുടെ കിതാബിലും അതുപോലെ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലും സർവ്വ കിതാബിലും ഉള്ളത് ഇബ്നു ഹുമൈദ് എന്ന് തന്നെയാണ്. പിന്നെ അബൂ ഹുമൈദ് നാക്കേണ്ട ആവശ്യം എനിക്ക് എന്താണ്? അപ്പൊ ഇമാം നിങ്ങൾ പറഞ്ഞത് എന്തിന് തിരിമറി നടത്തണം? അതിന്റെ ഒരു ആവശ്യവുമില്ല. വാക്കിൽ വന്ന പിഴവ് പിടിച്ചുകൂടിയിട്ട് അതിലൂടെ അനുയായികളെ പറ്റിക്കാമെന്ന് മനസ്സിലാക്കിയത് വാസ്തവത്തിൽ മുന്നിലിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കലായി പോയി എന്ന് മാത്രമേ ആ വിഷയം സംസാരിച്ചവരെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവർ ആഖിറം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്തുന്നു. സുബ്കി ഇമാമിനെ വിമർശിക്കാൻ പിന്നെ മറ്റൊരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സഹോദരന്മാരെ ഈ പുസ്തകമെഴുതിയ വ്യക്തി അസ്സാരിമുൽ മുങ്കി എന്ന് പറയുന്ന അതേ ഒരു പുസ്തകമെഴുതിയ വ്യക്തി, ആ ഇബ്നുൽ ഹാദി എന്ന് പറയുന്ന വ്യക്തി സുബ്കി ഇമാമിനെ വിമർശിച്ചുകൊണ്ട് ഇതിൽ ചില പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടപ്പോയത്തം കണ്ടിട്ട് ഒരു സാധു പെട്ടുപോയി കേട്ടോ. അതുകൊണ്ട് തന്നെ കിതാബ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മുട്ടേണ്ടി വന്നാൽ മുട്ടാമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പറഞ്ഞ പൊട്ടപ്പോയത്തങ്ങൾക്കണോ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച മാലിക് ഇമാം 179 വഫാത്തായത്, സുഫിയാൻ സൗരി തങ്ങൾ 161 വഫാത്തായത്. അക്കാലഘട്ടത്തിൽ ജീവിച്ചൊരു മഹാപണ്ഡിതൻ അതേ ഇബ്നു ഹുമൈദിൽ മഅ്മരി. ആ മഹാനാണ് മാലിക് ഇമാമുമായുള്ള ഈ സംഭാഷണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇമാം സുബ്കി അങ്ങനെയാ വിവരിച്ചത്. എന്നാൽ അങ്ങനെ വരുമ്പോ ഈ സഹീഹാണെന്ന് വന്നു പോകും. അതിനെന്ത് ചെയ്തു എന്നറിയോ? ഈ കൂട്ടരെന്ത് ചെയ്തു എന്നറിയോ? ഇബ്നു ഹുമൈദിനെ അങ്ങ് മാറ്റിവെച്ചു. ഇബ്നു ഹുമൈദിൽ മഅ്മരിയെ ഇബ്നു ഹുമൈദിൽ റാസി എന്ന പേരിൽ മറ്റൊരാളാക്കി മാറ്റി. എന്നിട്ട് എന്നെ വിമർശിക്കുകയാണ്. ഇബ്നു ഹുമൈദ് എന്ന് പറഞ്ഞാൽ ഇതാ പേരോടിനത് സമർത്ഥിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അബൂ ഹുമൈദ് എന്നാക്കിയതെന്നാ പറഞ്ഞത്. എന്തിന്? ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ, ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ. ശ്രദ്ധിക്കൂ, എല്ലാവരും ഇരിക്കും, എല്ലാവരും അവിടെ ഇരിക്കാൻ. നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട്. ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക, ശരിക്ക് ശ്രദ്ധിച്ചോ. സനദ് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഹദ്ദസനാ അബൂ ഹുമൈദ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അബൂ ഹുമൈദ് എന്ന് സിഫയിലില്ല, ആള് തന്നെ മാറിപ്പോയി. ഹുമൈദിന്റെ ബാപ്പാനാണ് അബൂ ഹുമൈദ് എന്നാൽ അർത്ഥം. സനദിലുള്ള വ്യക്തി ഹുമൈദിന്റെ മോനാണ്. ഇബ്നു
ഇബ്നു ഹുമൈദാണ്. ആ വ്യക്തി ആ സനദിൽ കൊള്ളരുതാത്തവനാണ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ പറയട്ടെ, ഇബ്നു ഹുമൈദ് റാസിയാണ് അതിന്റെ പരമ്പരയിലുള്ളതെന്ന് ഒരു സനദ് മുഖേനയും ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ സാധ്യമല്ല. ഒരു പണ്ഡിതനും ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഇക്കാര്യം ഞാൻ പ്രത്യേകം ഉണർത്തുന്നത്, ഞാനൊരു കിതാബിൽ തിരിമറി നടത്തിയവരും സനദിലുള്ള വ്യക്തിയെ മാറ്റിയവരുമാണെന്ന് പറഞ്ഞപ്പോഴാണല്ലോ സുഹൃത്തുക്കളെ അത് മുട്ടയിൽ തന്നെ അങ്ങ് ചത്തുപോയത്. ആ സമയം അതങ്ങനെ തന്നെ ആകണ്ട രംഗമാണ് കേട്ടോ. അത്രേ ഇപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവിടെ നിർത്തട്ടെ. 9ാം ഖണ്ഡനം ഞാൻ നാദാപുരത്ത് താൻകുട്ടിയെ പോലെ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ആ മൗലവിന്റെ നാദാപുരത്ത് വന്നിട്ടില്ല. ഓ സഹോദരന്മാരെ, കാരണം കളവ് മാത്രം പറഞ്ഞ് കഥ തടിയെടുക്കുകയാണ് മൗലവി ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറയുന്നു, അവിടെ മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഉള്ളതെന്താണോ അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതുള്ളൂ. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനപ്പുറം പറയേണ്ട യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല. ഹദ്ദസനാ ഇബ്നു ഹുമൈദ് എന്ന സ്ഥലത്ത് എന്റെ വാക്കിൽ പിഴവ് വന്നിട്ട് അബൂ ഹുമൈദ് എന്നായി പോയി. മൗലവി പറയാണ്, ആൾ മാറാട്ടം നടത്തി. ഓ, ആൾ മാറാട്ടം നടത്തി. ഇബ്നു ഹുമൈദ് എന്റെ പുയ്യാപ്പളല്ലേ? അബൂ ഹുമൈദ് ആവുമ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തിനാണ് മൗലവിമാരെ ഈ തട്ടിപ്പ്? വഖദ് ബയ്യനാ സിഹതഹാ. ഇമാം സുബ്കി പറഞ്ഞില്ലേ, ആ സനദ് സഹീഹാണെന്ന് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അത് സഹീഹല്ലെന്ന് ഒരാളും പറയണ്ട എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സഖാമിൽ പറഞ്ഞത് കണ്ട ഞങ്ങൾ എന്തിന് സനദിനെ പറ്റി ഭയപ്പെടണം മൗലവിമാരെ? അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നാക്കിൽ പിഴവ് പിടിച്ചുകൂടിയിട്ട് വിഷയത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ മാറ്റാൻ നോക്കുന്ന ഏർപ്പാട് അത് വേണ്ടെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. മൗലവിന്റെ പ്രസംഗം എന്റെ കാറിൽ വെച്ച് ഞാനിങ്ങനെ കേൾക്കുമ്പോ എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാൻ പറയാ, അബ്ദുറഹ്മാൻ കേട്ട് അവസാനം പിന്നെ മൂപ്പരന്റെ പറയാ, മാലിക് ഇമാം അബൂ ജാഫർ മൻസൂറുമായിട്ട് ഒരു ചർച്ച നടന്നപ്പോ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞിട്ടാ ദ്വാരക്കേണ്ടത്, ഖബറിലേക്ക് റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഖിബിലക്ക് തിരിഞ്ഞിട്ടോ എന്ന് ചോദിച്ചപ്പോ അന്നേരം പറഞ്ഞ മറുപടിയാണെന്ന് മൗലവിന്റെ നാവുമ്പോൾ തന്നെ വന്നല്ലോ. അപ്പൊ അബ്ദുറഹ്മാൻ, അത് പിന്നെ ഖിയാമത്ത് അല്ല ഉസ്താദേ, ഈ ഖബറുകളെ തിരിയണോ അല്ല ഞാൻ ഖിബിലക്ക് തിരിയണോ ഖിയാമത്ത് തിരിയണോ എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു, ചിലപ്പോ ഉണ്ട് ചില കോഴി പെടക്കോഴികൾ മുട്ടയിടുമ്പോ വല്ലാത്ത ഒച്ചപ്പാടായിരിക്കും, ആ ഇട്ടൊക്കെ ഒരു മുട്ട ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇയാളെ ഈ ഒച്ചപ്പാട് മുഴുവൻ മണിക്കൂർ പേരോട് കട്ടൂ വിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് കേട്ടപ്പോ ഇപ്പൊ ഇടുന്നത് വലിയ ആനമുട്ടയായിരിക്കും, പിന്നെ കോഴിമുട്ടിയാ വന്നത്. സുബ്ഹാനദല്ല ജലാലുഹു. ഇയാൾ ഒരിക്കലും ഒരൊറ്റ കബളിപ്പിക്കല് ഖുർആനിൽ കാണിച്ചു തരുമോ, ഞാൻ നിങ്ങളെ ചെരിപ്പെടുക്കൂ. ഞാൻ നാദാപുരത്തിൽ സ്ക്രീനിലിട്ട് കാണിച്ചു. ഓ സഹോദരന്മാരെ, എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത് ഈ മൗലവിമാര്? ഇമാമിങ്ങളെ എന്തിന് കാഫിറാക്കണം? പക്ഷേ നിങ്ങൾക്കറിയോ, നമ്മളെ ഒക്കെ കാഫിറാക്കി ഇവരിപ്പോ പരസ്പരം കാഫിറാക്കൽ തുടങ്ങിയിരിക്കുന്നു, പരസ്പരം വിഴുങ്ങൽ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതങ്ങ് തുടങ്ങിയപ്പോ ഈ മൗലവിക്ക് വല്ലാത്ത ബേജാറ്. എന്താ ബേജാറ് എന്നറിയോ? ബേജാർ എന്താന്നും അയാൾ ബേജാറായിട്ട് പറയാൻ നിങ്ങൾ കേട്ടോളി. ഇവർ തമ്മിൽ ഭിന്നിച്ചപ്പോ മൂപ്പര് പറയാ, ഞങ്ങളെ ഈ സക്കരിയ സലാഹിനെയും മറ്റുള്ള മൗലവിമാരെയും ഒരു കാലത്തും ഭിന്നിപ്പിക്കാൻ ഒരാൾക്കും കഴിയൂല, ഒരു കാലത്തും ഞങ്ങൾ ഭിന്നിക്കൂല എന്ന് മൂപ്പര് കറാമത്ത് പറയുന്നത് കേട്ടോളി. പിന്നെന്താ ഉണ്ടായത് നിങ്ങൾ ആലോചിച്ചോളി. അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. മടവൂരി മുജാഹിദിന്റെ ഒരു മൗലവി അത് വെച്ച് കേൾപ്പിക്കുന്നത് കേട്ടോളി. ഇപ്പൊ ഈ അടുത്തെങ്ങാണ്ടൊരാളോ ചെയ്യുന്നല്ല, അതിങ്ങനെ ഈ ദേശാടന പക്ഷി പോലെ ഉണ്ട് വരിക, വരവും പച്ചപ്പും എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയുടെ വണ്ടി ചാർജ് എത്രയാ? 25,000 രൂപ. ആർക്ക് നാദാപുരത്ത് വരുന്നാക്കി അവരെന്നെ പറയട്ടെ, ഞാനൊന്നുമില്ല. UAE ഇവിടത്തെങ്കിലും വേണല്ലോ, അത് ചെലവാക്കാതെ പറ്റൂല. വണ്ടി ചാർജ് മാത്രം, ബാക്കിയുള്ളൊക്കെ വേറെ പറയാ. എണ്ണ പൈസ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, വിമാനത്തിനാണെന്ന് പറഞ്ഞത് അതിന് 2.5 പൈസ. അങ്ങനെയൊക്കെ നാളെ വരിക. ഇവിടെ അടുത്തിടക്ക് വന്നിരുന്നു പറയും. എന്തിനാ വന്നത്, എന്താ പറഞ്ഞെന്നൊക്കെയുള്ള വേറെ വിഷയം ഇരിക്കട്ടെ. ആ മഹാൻ പലയിടത്തും ഇടയ്ക്ക് ഇങ്ങനെ പാറി വരാറുണ്ട്. ആ ഇറങ്ങുന്ന ആള് ഈ വർഷം ജനുവരി 1-ാം തീയതി നമ്മുടെ തൊട്ടടുത്ത ചാലിയത്ത് വന്നു. അവിടെ നടത്തിയിരിക്കുന്ന പ്രസംഗം എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന് മനപ്പായസം കാണുന്ന ആളുകളുണ്ട്. സക്കരിയ സലാഹി വേറെ, അബ്ദുറഹ്മാൻ സലഫി വേറെ,
ജിന്നിനെ പൂജിക്കുന്നവർ, ആരാധിക്കുന്നവർ അടിച്ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രസ്ഥാനം ഇപ്പോൾ പിളരുമെന്ന് വിചാരിച്ച് അതിന് മനപ്പായസമുണ്ടെന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കള്ളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗീബർസിനേക്കാൾ വലിയൊരു കളവ് അദ്ദേഹം അവിടെ പൊട്ടിച്ചു പോയിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ ശ്രമിക്കാം. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്, അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. പ്രവർത്തകന്മാര് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ച റബ്ബിന്റെ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സ്ഥിരപ്പെട്ട ഒരു ഹദീസുകളെയും നിഷേധിക്കാതെ ബുഖാരി എന്ന് അറബി ഭാഷയിൽ പറയാൻ പോലും വിവരമില്ലാത്ത വിവരദോഷികളാണ് ബുഖാരിയിലെ ഹദീസുകളെ തള്ളിക്കളയുന്നതെങ്കിൽ അതേ ആദർശം കൊണ്ട് മുജാഹിദിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുമെന്നേ പറയാനുള്ളൂ. അച്ഛൻ ചെങ്ങുമെന്ന് പോയിട്ട് എന്താടാ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല, തല പോയിട്ടുള്ളൂ. അത്ര സംഭവിച്ചിട്ടുള്ളൂ. യാതൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. സക്കരിയ സലാഹി ജിന്നിനെ പൂജിക്കാം, അല്ലെങ്കിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് തേടാം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ആരോപിക്കുന്നവരെ, കുബുദ്ധികളെ എന്നൊക്കെയാണ് നമുക്ക് നേരെയുള്ള ആക്രോശം. ആർക്ക് നേരെയുള്ള ആക്രോശമാണെങ്കിലും ആ കറാമത്ത് നടന്നില്ല. സക്കരിയ സലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും തമ്മിൽ തെറ്റും. അങ്ങനെ തെറ്റൂലെന്നൊരു കറാമത്ത് മൂപ്പര് പറഞ്ഞു നോക്കി. സുന്നികൾക്കല്ലാതെ മൗലവിമാർക്ക് കറാമത്തുണ്ടാകൂല കേട്ടോ. അക്കറാമത്ത് നടന്നില്ല, ഛിന്ന ഭിന്നമായി. ഛിന്ന ഭിന്നമായത് മാത്രമല്ല, നമ്മളെ മുഴുവനും മുശരിക്കാക്കുമ്പോൾ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവര് പരസ്പരം മുശരിക്കാക്കാൻ തുടങ്ങിയപ്പോ വല്ലാത്ത വിഷമം. സുബ്ഹാനല്ലാഹ്, സക്കരിയ സലാഹി പറയുന്നു, വ്യഭിചാരം ആരോപിച്ചാലും കൂടി പ്രശ്നമില്ല, ശിർക്ക് ചെയ്തു എന്ന് പറയരുത്. ഞങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്തു എന്ന് പറയുമ്പോ ഈ ഒരു വിഷമമൊന്നുമില്ല. അതിനോ അതൊന്ന് കേട്ടോട്ടെ. പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലെ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിനടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? ഇപ്പൊ മൂപ്പർക്ക് വേദന തുടങ്ങിയത്, മൂപ്പര് മുശ്രിക്കാണ് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ശിർക്ക് തന്നെ വ്യഭിചാരത്തിനേക്കാളും വലിയ തെറ്റാതെ ആരോപിക്കാൻ പാടില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന്
അള്ളാന്റെ റസൂലിനെ വിളിച്ച് ശഫാഅത്ത് തേടണമെന്ന് പറഞ്ഞപ്പോ നബി ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്ന് പറഞ്ഞപ്പോ സർവ്വ ഇമാമിങ്ങളും റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടണമെന്ന് പറഞ്ഞപ്പോ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിയിലേക്ക് അഭിമുഖമായി നിൽക്കുമ്പോ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാനുള്ള പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് അവിടുത്തെ പള്ളിയുടെ ചുമരിന്റെ പില്ലറിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചിട്ട് എല്ലാവരെ കൊണ്ടും ആ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്ന പദ്യം മദീനത്ത് ചൊല്ലിപ്പിക്കുമ്പോ ഇമാമിങ്ങളെ കിതാബുകളിൽ മുഴുവനും റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പറയുമ്പോ അത് ശിർക്കാണെന്നും ആ ഇമാമിങ്ങൾ മുശ്രിക്കീങ്ങളാണെന്നും പറയുമ്പോ അത് വ്യഭിചാരത്തെക്കാൾ വലിയ ആരോപണമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല മൗലവിമാരെ? ഇമാമിങ്ങൾ വ്യഭിചാരത്തെക്കാൾ വലിയ ആരോപണം ഇമാമിങ്ങളെ പേരിൽ പറയുമ്പോ നിങ്ങൾക്കൊരു സങ്കോചവും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് മുശ്രിക്കാണെന്ന് കൂട്ടാളികൾ പറയാൻ തുടങ്ങിയപ്പോ ശിർക്ക് ആരോപിക്കൽ സഹിക്കാൻ കഴിയാത്ത ആരോപണമാണെന്ന് ഇപ്പൊ തിരിയുന്നുണ്ടല്ലേ? എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? വേറൊരു മൗലവി എന്റെ പേരെടുത്ത് മുശ്രിക്കാന്ന് എല്ലാ സുന്നികളും മുശ്രിക്കാണെന്ന് പറയുന്നത്, അയാൾക്കൊണ്ട് ഇതേ വിഷമം മൂപ്പരെയും മുശ്രിക്കാതെ മറ്റേ മൗലവി. ഉസ്താദ് വീണു, പരിസരത്തൊന്നും ആരുമില്ല, മൂപ്പർക്കെട്ട് നീന്തു പറഞ്ഞോ കുളു 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 വെള്ളത്തിന്ന്. അപ്പൊ കാര്യകാരണ ബന്ധം മുറിഞ്ഞു. ഇനി ആരും രക്ഷപ്പെടുത്താൻ ആരും ചാടാനല്ല, നീന്തുകാരനോട് പരിസരത്തൊന്നും ആരുമില്ല. ആ സമയത്ത് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. വെള്ളത്തിൽ ആരാ വീണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓ സഹോദരന്മാരെ, പേരോട് മുശ്രിക്കായി എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് പഠിച്ച് അറിഞ്ഞ് നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് മൗലവിമാർക്ക് തൗഹീദ് പഠിപ്പിക്കാൻ റബ്ബ് ഭാഗ്യം തന്ന ഞങ്ങളെ നിങ്ങൾ മുശ്രിക്കാണെന്ന് പേരെടുത്ത് പറഞ്ഞില്ലേ? എന്നാൽ ഈ പാവപ്പെട്ട എന്നെ മാത്രമാണോ? സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ മുസ്ലിമീങ്ങളെയും മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതൊന്ന് വെച്ചു കൊടുക്കുമോനെ. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, മുശ്രിക്കീങ്ങളായ സുന്നി സമൂഹം, അതിൽ നവവി ഇമാം പെട്ടില്ലേ, ശാഫി ഇമാം പെട്ടില്ലേ, എല്ലാ ഇമാമിങ്ങളും പെട്ടില്ലേ? അവർക്കിടയിൽ തൗഹീദ് പഠിപ്പിക്കുന്നവരാണ് പോലും ഇവര്. എന്നാൽ ഇയാളിപ്പോ ജിന്നിന്റെ ആളാണ്. ഞമ്മക്ക് ഇവര് പണ്ട് പേര് വെച്ച് കുബൂരികള്, എന്തിനു സിയാറത്ത് ചെയ്ത വകയില്. എന്നാ നിങ്ങൾക്ക് കേൾക്കളോ, ഇവരെ കൂട്ടത്തിൽ ഒരു പുറത്താക്കിയ ഒരു കൂട്ടർക്ക് ഇവര് പേര് വെച്ച് മടപൂരികള്. മടപൂരികൾ ഇവർക്ക് പേര് വെച്ച് ജിന്നൂരികള്. സഹോദരന്മാരെ, നബിനെ ഊരി കൊണ്ടൊരു കളിയായിക്കോട്ടെ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കളോ, ഈ ജിന്നൂരിയായ ഈ മൗലവി, അയാളോട് ഒരാളൊരു ചോദ്യം ചോദിച്ച്, ഞമ്മള് വെള്ളത്തിൽ പോകുമ്പോ ജിന്നിന് അടങ്ങാനും ജിന്നുണ്ടെ രക്ഷിക്കട്ടെ വിചാരിച്ച് വിളിച്ചാലോ? അപ്പൊ മറുപടി പറയാനില്ല. മറുപടി അറിയാല്ല. ജിന്നെ വിളിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ മറുപടി അറിയാല്ല. അപ്പൊ മൗലവി പറയാണ്, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. ഉത്തരമില്ല. ഞാൻ അതിന്റെ നല്ലത്. ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും പല ഭാഗത്തും, അല്ല നമ്മള് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്. ഈ സദസ്സിലും അങ്ങനത്തെ ആളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തര്, അല്ല നമ്മൾ കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണേ? അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ കുഴപ്പാവൂലേ? നമ്മളിങ്ങനെ ടൂ വീലർമ പോവുക, അപ്പൊ നമ്മളെ കാലിങ്ങനെ കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവൂ? എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാനുള്ളത്. ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ അറിയോ? ദൗനി മാ തറക്തുകും മിന്നമാ അഹ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫിഹിൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതു ബിഹി മസ്തതഅ. ദൗനി, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക. ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക. അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് സ്വീകരിച്ചോളി, ഉപേക്ഷിച്ചതിന് വിട്ടുകള, ആവശ്യമില്ലാത്ത ചോദ്യമായിട്ട് കിടക്കല്ലേ. അപ്പോ ജിന്നിനെ ഉദ്ദേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കല്ലേ എന്നതിന്റെ മറുപടി. ഓ സഹോദരന്മാരെ, എന്നാ ഇയാള് പറയുന്നേ
ഈ ശിർക്ക് മുശിരിക്കാക്കാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സംഗതിയല്ല, അത് വലിയ സംഗതിയാണ്, നിസ്സാര കളിയല്ല. ആരാ പറയുന്നത്? ഹജ്ജിന് പോയാലും മുഴുവൻ മുശിരിക്കാന്ന് പറയുന്ന ആളാ പറയുന്നത്. ഇപ്പോ മൂപ്പര് മുശിരിക്കാന്ന് മറ്റേ പോലെ പറഞ്ഞപ്പോഴാ പറയുന്നത്. ഞാൻ മുശിരിക്കാന്ന് എന്ത് ലാഘവത്തോടു കൂടിയാണ് നീ പറഞ്ഞു കളഞ്ഞത്? എന്ത് ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്? ഞാൻ ആ പ്രദേശത്ത് പോയി അത് പറഞ്ഞ കുട്ടികളെ സദസ്സ് പ്രസംഗിച്ചു. മനസ്സിലായി മുശിരിക്ക് കളി നിസ്സാര കളിയാ, കാബറ് കളി നിസ്സാര കളിയാ. ഇതല്ലായിരുന്നോ ഞങ്ങൾ മുമ്പ് ചോദിച്ചത്? നിങ്ങൾ ഈ മുശിരിക്കാക്കുന്ന കളി നിസ്സാര കളിയാണോ? നവവി ഇമാമിനെ നിങ്ങൾ മുശിരിക്കാക്കിയില്ലേ? വസ്സാലി ഇമാമിനെ മുശിരിക്കാക്കിയില്ലേ? വഅലം അന്ന തവസ്സുല വൽ ഇസ്തിഗാസത വത്തശഫുഅ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടലും റസൂലുള്ളാഹിനെ അടയാളനാക്കലും എല്ലാം വഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുൽ വൽ ഇസ്തിഗാസ, അതൊക്കെ പുണ്യകർമ്മമാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, ആ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? അതേ, ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല. റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നത് പുണ്യമാണ്, അനുവദനീയമാണെന്നതിൽ ഒരു തർക്കവുമില്ല. സർവ്വ അമ്പിയാക്കളും മഹാന്മാരും ചെയ്തതാണ്, എല്ലാ മഹാന്മാരും പഠിപ്പിച്ചതാണ് എന്നിങ്ങനെ എത്ര ഗൗരവത്തോടെയാണ് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 600 കൊല്ലത്തോളം ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ജീവിച്ച ഒരൊറ്റ മനുഷ്യനും ആ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നതും തവസ്സുലാക്കുന്നതും തെറ്റാണെന്നോ അത് മോശമാണെന്നോ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അതുപോലെ സർവ്വ ഇമാമിങ്ങളും പറഞ്ഞില്ലേ? എന്നിട്ട് ആ ഇമാമിങ്ങളെ മുഴുവനും ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് പറയുമ്പോ ഈ മുശ്രിക്കാക്കൽ നിസ്സാര കളിയല്ല എന്ന് അന്ന് നിങ്ങൾക്ക് എന്തേ തോന്നാതെ പോയത്? ഓ മുജാഹിദ് മൗലവിമാരെ, ഇപ്പൊ നിങ്ങൾക്ക് അത് വല്ലാത്ത നിസ്സാരമല്ലാത്ത കളിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങൾ മുശ്രിക്കാണെന്ന് പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ചിലര് തുനിഞ്ഞപ്പോഴല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ ജിന്നുവാദം നോക്കുമ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പിന്നെ പോലുള്ള ചില പണ്ഡിതന്മാർ അതേ മലക്കുകളോട് സഹായം തേടുന്നത്, ജിന്നുകളോട് സഹായം തേടുന്നത് അനുവദനീയമാകുന്ന ചില രൂപങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുവെന്ന് ഒരു ചെറിയ റിപ്പോർട്ട് നമ്മളെ സക്കരിയ സലാഹിക്ക് കിട്ടിയപ്പോ, സക്കരിയ സലാഹി അതുപോലുള്ള ചില റിപ്പോർട്ടുകൾ കണ്ടപ്പോ അപ്പുറത്തെ മുജാഹിദ് അതൊക്കെ ശിർക്കാണ് മുശ്രിക്കാന്ന് പറഞ്ഞപ്പോ സക്കരിയ സലാഹി ചോദിക്കുന്നത്, അഹ്മദ് ഇബ്നു ഹംബൽ മുശ്രിക്കാന്ന് പറയാൻ പറ്റുമോ? അല്ലേ നമ്മൾ വണ്ടി ചോദിച്ചത്, മരിക്കാ മുശ്രിക്കാന്ന് പറയാൻ പറ്റുമോ? അഹ്മദ് ഇബ്നു ഹംബൽ മുശ്രിക്കാന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തവസ്സുൽ ചെയ്യണമെന്ന് പറയുന്ന ഹദീസ് 3 സ്ഥലത്ത് മുസ്ലിമിൽ റിപ്പോർട്ടില്ലേ? റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി പറഞ്ഞ ഹദീസ് മുസ്ലിമിൽ 3 സ്ഥലത്ത് റിപ്പോർട്ടില്ലേ? അത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസല്ലേ? ആ അഹ്മദ് ഇബ്നു ഹംബൽ മുശ്രിക്കാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ച ആ ചോദ്യം ഇപ്പോൾ സക്കരിയ സലാഹി കൂടെയുള്ളവരോട് ചോദിക്കുന്നത് കേട്ടോ. എന്നാ ഇപ്പൊ കണ്ട മുസ്ലിയാക്കന്മാരെ മുഖം തെളിഞ്ഞു. വീണ്ടും ചോദ്യങ്ങളാ തെളിഞ്ഞു. എന്താ കാരണം? ഇസ്ലാഹി രീതിയിൽ ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കൾ, ഇസ്ലാഹി രീതിയിൽ ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി നിങ്ങള്? ഇത് ആരൊക്കെ ശിർക്കിലേക്ക് പോയി? ഇമാം അഹ്മദ് ശിർക്കിലേക്ക് പോയി, ഇമാം ബൈഹഖി ശിർക്കിലേക്ക് പോയി, ഇമാം തബറാനി ശിർക്കിലേക്ക് പോയി. ഇമാം അഹ്മദ് മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം അഹ്മദ് ചെയ്തത് ശിർക്കാണ് എന്ന് പറയാം. അടുത്ത തലമുറ പറയും ഇമാം അഹ്മദ് മുശ്രിക്കല്ലേ, അയാളെ മുസ്ലിമത്ത് സ്വീകരിക്കാൻ പറ്റുമോ? 20,000-ഓളം ഹദീസുള്ള ഇമാം അഹ്മദിന്റെ മുസ്നദ് അഹ്ലു സുന്നത്തിന്റെ വലിയൊരു ഹദീസ് ഗ്രന്ഥാണ്. ശിർക്കുള്ള ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഏത് സാധാരണക്കാരനും അറിയില്ലേ? പിന്നെ ഇമാം ബൈഹഖി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ സാലിഹ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ 3 എണ്ണമുണ്ട്. സുനനുൽ കുബ്രയുണ്ട്, സുനനുൽ സുഗ്റയുണ്ട്, ശുഅബുൽ ഈമാനുണ്ട്. 4-മതായി ബൈഹഖിയുടെ അൽ ആദാബുണ്ട്. ഈ 4 ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റൂല. അടുത്ത തലമുറ പറയും വേറെയുണ്ട്, അടുക്കട്ടെ. പിന്നെ പറയും തബറാനി പറഞ്ഞിരിക്കുന്നു ഈ ഹദീസ് അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ഹദീസിനെ പറഞ്ഞ ആശയം. അപ്പൊ തബറാനിന്റെ മുഅ്ജമുൽ കബീർ പറ്റൂല, മുഅ്ജമുൽ സഗീർ പറ്റൂല, മുഅ്ജമുൽ ഔസത്ത് പറ്റൂല. അടുത്ത തലമുറ ഒന്ന് ഒരു കാര്യം, ആ തബറാനി അല്ലേ മൗലവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് ഇന്നി അതവസ്സലു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ
എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി സഹാബി പറഞ്ഞു കൊടുത്ത ഹദീസ് ആ ഇമാം തബറാനി അല്ലേ റിപ്പോർട്ട് ചെയ്തത്? അങ്ങനെ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തേടിയിട്ട് കാര്യം നേടി എന്ന് ഇമാം തബറാനി അല്ലേ റിപ്പോർട്ട് ചെയ്ത്? ആ തബറാനി ശിർക്ക് റിപ്പോർട്ട് ചെയ്തെന്ന് എഴുതാൻ പറ്റൂല, നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചോ? എന്നാൽ അതല്ലേ ഞങ്ങൾ നേരത്തെ ചോദിച്ചത്. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല, അവരെ കിതാബിൽ ശിർക്കുണ്ടെന്ന് പറയാൻ പറ്റൂല. ഇത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ കൊണ്ടല്ല പറയിപ്പിച്ചു, നിങ്ങളെ നാവ് കൊണ്ടല്ല പറയിപ്പിച്ചു. ആരൊക്കെ തള്ളങ്ങള് തനിച്ച ഹദീസ് നിശ്ചയത്തിലേക്കാ പോണത്? ഇതിപ്പോ ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്താന്ന്? ആരൊക്കെ മുശ്രിക്കാവും സുഹൃത്തുക്കളെ? ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശിർക്കിലെത്തി, ബൈഹഖി ഇമാം ശിർക്കിലെത്തി എന്ന് പറയാൻ പറ്റുമോ? ശിർക്കായ കാര്യല്ലേ നമ്മൾ പറയേണ്ടുള്ളൂ. എന്താ കാരണോ? അവര് ശിർക്ക് ചെയ്തു എന്ന് അനുയായികൾ പറഞ്ഞപ്പോ, കൂടെയുള്ള മൗലവിമാർ പറഞ്ഞപ്പോ ഇപ്പോഴാ നെഞ്ഞത്ത് തട്ടിയത്, ഇപ്പോഴാ തട്ടിയത്. ഞാനിവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവരെന്നോട് വാദപ്രവർത്തനം, ആര് ഇപ്പൊ കണ്ട മൗലവിയും കായക്കൊടി ഹനീഫ മൗലവിയും ജബ്ബാർ മൗലവി കൂടി എന്നോട് വാദപ്രവർത്തനം വന്നു. 2 വാദപ്രവർത്തനം പങ്കെടുത്തു. എന്തെല്ലാം ഉണ്ടായിരുന്ന വാദപ്രവർത്തനത്തിന്റെ സീഡികൾ കേട്ടല്ലേ? എന്നിട്ടോ ആ വാദപ്രവർത്തനത്തിൽ പങ്കെടുത്ത അപ്പോ അവർക്ക് എല്ലാ വിവരവും പറഞ്ഞു കൊടുത്ത ജബ്ബാർ മൗലവിയാ. അയാൾ മുശ്രിക്കാണെന്ന് ഇപ്പൊ എല്ലാരും പറയും. ഈ ഞാന് പ്രയാസത്തോടെയാണെങ്കിലും പറയട്ടെ, ജബ്ബാർ മൗലവി, ഇനി അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിച്ചു എന്ന് പറയണ്ട, ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രം. ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ? സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ? നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ, വിഗ്രഹം കൊണ്ടുവന്ന് വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്.